ഹായ്, ഗുഡ് മോർണിംഗ്. SP അരുളേലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കഴക്കൂട്ടം 1-ാം വാർഡിലെ ഇടതുപക്ഷത്തിൻ്റെ കൺവെൻഷനാണ്. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ കൺവെൻഷൻ അരങ്ങേറിയത്. നേരത്തെ UDF കൺവെൻഷനായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും VIP ആയിട്ട് കെ മുരളീധരനും ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യാത്ര കടന്നു വന്നിട്ട് പോയി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു പര്യടനമൊക്കെ അവർ നടത്തിയിട്ട് പോയി. അതിന് പിന്നാലെ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം 1-ാം വാർഡിലെ കൺവെൻഷനായിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലത്തിൻ്റെ MLA ആയിട്ടുള്ള, അതായത് കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വട്ടിയൂർക്കാവ് MLA മുമ്പ് കഴക്കൂട്ടം 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച മേയറായ VK പ്രശാന്തും രംഗത്തെത്തിയതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പതിയെ കയറി വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ച് വരികയാണ്. പ്രചരണ രംഗം ഏകദേശം ഇനിയും 10-20 ദിവസത്തോളം ഉണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി. അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ കൺവെൻഷൻ കൂടി കഴിയുമ്പോഴാണല്ലോ ഫുൾ ഫ്ലെഡ്ജിലേക്ക് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ 2-ാം ഘട്ട പ്രചരണത്തിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ കടക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കൺവെൻഷൻ നടന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ആ പ്രദേശത്ത് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സ്പേസിൽ വെച്ച് നടന്ന ആ കൺവെൻഷനിൽ ചില പ്രസംഗങ്ങളും സ്ഥാനാർത്ഥി ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കടകംപള്ളിയാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് S പ്രശാന്തിനെ കുറിച്ച് കടകംപള്ളി പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രശാന്തിനോട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പ്രശാന്തിന്റെ മനുഷ്യത്വത്തെ ശരിക്കും കണ്ടത് കോവിഡ് കാലത്താണ്. പ്രശാന്ത് എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മനുഷ്യസ്നേഹിയുടെ മനുഷ്യത്വത്തെ അന്ന് ഈ പ്രദേശത്ത്, ഈ കഴക്കൂട്ടം വാർഡിൽ ആ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സഹായം നൽകുന്ന ഈ ആളുകളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് അന്നത്തിന്റെ രൂപത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പട്ടിണി കിടക്കുന്നവന്റെ മുന്നിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക? അന്നത്തിന്റെ രൂപത്തിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആഹാരം എത്തിക്കാൻ, മരുന്നെത്തിക്കാൻ ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രശാന്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥി നേതാവായി ഉയർന്നു വന്ന യുവജന സംഘടനാ പ്രവർത്തകരായി ഇന്ന് CPI മാർക്സിസ്റ്റിന്റെ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ സവിശേഷമായിട്ടുള്ള പ്രവർത്തന പരിപാടികളുമായി ജനങ്ങൾക്കിടയിൽ കക്ഷി രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ കൂടാതെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് പ്രശാന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ജനവിധി തരുന്നത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസങ്ങൾക്ക് അതീതമായി മാനവികതയുടെ കൂടി ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവാണ് സഖാവ് പ്രശാന്ത് എന്ന് പറയുന്നത്. ഏതെങ്കിലും സങ്കുചിതമായിട്ടുള്ള ഒരു ജാതിക്കെട്ടിനകത്ത് അങ്ങനെ അടച്ചിടാനായിട്ട് പാടില്ല. ശ്രീനാരായണ ഗുരു നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ പ്രപഞ്ചത്തെ മാറ്റിത്തീർക്കുക എന്ന മഹാഗുരുവിന്റെ സന്ദേശം അലയടിക്കുന്ന ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തിന്റെ വചനങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരം ശ്രമതിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇതേ വാർഡിൻ്റെ മുൻ കൗൺസിലറായിരുന്ന VK പ്രശാന്തിൻ്റെ ചില വാചകങ്ങളുണ്ട്, ശ്രദ്ധേയമാണ്. കാര്യം ഇപ്പോൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ ഉയരുന്നുണ്ട്. ചില റോഡുകളുടെ പ്രശ്നമൊക്കെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളും UDFകാർ ഉന്നയിക്കുന്ന, BJPക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയും അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്തെന്ന് മുൻ മേയറും ഒപ്പം തന്നെ MLA ആയിട്ടുള്ള VK പ്രശാന്ത് പറഞ്ഞു വെക്കുന്നു. ഈ കഴക്കൂട്ടം വാർഡിനെ സംബന്ധിച്ച്
ചില പ്രയാസങ്ങൾ ചില മേഖലകളിലുണ്ട്. നമ്മുടെ അമ്മൻകോവിൽ റോഡ് കോൺഗ്രസിന്റെ ചില സ്നേഹിതന്മാർ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അമ്മൻകോവിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വികസന പ്രശ്നം. അത് പ്രശ്നം തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അമ്മൻകോവിൽ വെള്ളം പോകാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ മേയറായി ഇരിക്കുമ്പോഴും നേരത്തെ ഇരുന്ന കൗൺസിലർ ഇരിക്കുമ്പോഴും ഒക്കെ ആ പ്രയാസമുണ്ട്. അവിടെ നമ്മളൊരു പുതിയ ഓട കെട്ടി. ആ ഓട കെട്ടിയപ്പോ സ്വാഭാവികമായിട്ടും താഴ്ന്നു കിടക്കുന്ന ഈ മേഖലയിൽ നിന്നും വെള്ളം അങ്ങോട്ടേക്ക് പോകാത്തൊരു വിഷയം വന്നു. ഇപ്പൊ 10 ലക്ഷം രൂപ മേയർ കൂടി ഇടപെട്ടുകൊണ്ട്, പ്രശാന്ത് തന്നെ ഇടപെട്ടുകൊണ്ട് 10 ലക്ഷം രൂപ അനുവദിച്ചു. ബോബി എന്ന കരാറുകാരൻ ആ വർക്കെടുത്തു. അദ്ദേഹം നാളെയോ മറ്റന്നാളോ മഴയൊന്ന് മാറിയാൽ അവിടെ കോൺക്രീറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ഇതല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ പ്രശ്നമുണ്ടായാലും ആന്തലിന്റെ അവിടെ ഇപ്പൊ രാമചന്ദ്ര നഗർ റോഡ് 95 ലക്ഷം രൂപ അല്ലേ, 95 ലക്ഷം രൂപ MLA അനുവദിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരാതികൾ ഉയർന്നു വരുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി ഇടപെട്ട് ആ പരാതികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴക്കൂട്ടം വാർഡിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ കോടാനുകോടി രൂപയുടെ വികസന പരിപാടികൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷീ ലോഡ്ജ് അല്ലേ, നാടറിയുന്ന നിലയ്ക്ക് അത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തതാണ്. നമ്മുടെ ശാന്തിതീരം ശ്മശാനം, നമ്മുടെ പേർക്കടയിലുള്ള ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോ ശാന്തിതീരത്തിൽ എന്റെ ശരീരം ദഹിപ്പിക്കണമെന്ന് ഒരാൾ മുൻകൂട്ടി പറഞ്ഞ ഒരു അനുഭവം അമ്മ പറഞ്ഞു. ഞാനിങ്ങനെ മൃതദേഹം സന്ദർശിക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ ചെന്നപ്പോ വൈഫ് പറയുകയാണ്, മക്കളെ ശാന്തിതീരത്തിൽ എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോ പോയി, അപ്പൊ അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ കൊള്ളാം, അപ്പൊ ഞാൻ മരിക്കുമ്പോ എന്റെ ബോഡി അവിടെ തന്നെ കൊണ്ടുപോകണം എന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു അനുഭവം ഒരമ്മ പറയുകയുണ്ടായി. അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്ത ഒന്നല്ലേ അത്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഈ തിരുവനന്തപുരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കഴക്കൂട്ടം വാർഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഓർമ്മിക്കണം, ശ്രീ MA വാഹിദ് ഇവിടെ MLA ആയിരുന്ന അവസരത്തിൽ കോർപ്പറേഷൻ ആക്കാൻ അനുവദിക്കാതെ ഇതൊരു മുനിസിപ്പാലിറ്റി ആക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താ, തിരുവനന്തപുരം നഗരം മെട്രോ ആക്കാൻ വേണ്ടി പോവുകയാണ്. ആ മെട്രോ ആകാൻ വേണ്ടി പോകുന്ന നഗരത്തിലേക്ക് കഴക്കൂട്ടം വന്നാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വികസനങ്ങളടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ആ യാഥാർത്ഥ്യമായതിനെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സഖാവ് എസ് പ്രശാന്തിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കഴക്കൂട്ടത്തിന്റെ അരിമ മകനായിട്ടുള്ള സഖാവ് എസ് പ്രശാന്തിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. ഇനി നമ്മുടെ മുമ്പിൽ 10-26 ദിവസമേ ഉള്ളൂ. ആ 26 ദിവസവും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു 100 വോട്ടെങ്കിലും ക്യാമ്പയിൻ ചെയ്തെത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഞാനിപ്പോ ഓർമ്മിക്കാം, ഞാൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോ ഈ കഴക്കൂട്ടത്തിലെ ഉള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു അല്ലേ, അവരുടെ ബന്ധുക്കളെ കാണാൻ, അവരുടെ സുഹൃത്തുക്കളെ കാണാൻ. ഏത് വീട്ടിൽ വട്ടിയൂർക്കാവിൽ ചെന്നാലും പറയും, ഇന്ന കഴക്കൂട്ടത്തുള്ള ഇന്ന ആള് ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വോട്ട് ചെയ്തത് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഒരുമയുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം സഖാവ് എസ് പ്രശാന്തിന് നേടിക്കൊടുക്കാൻ വേണ്ടി കഴിയും. എതിരാളികളെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവരൊക്കെ പലതവണ പല പ്രാവശ്യം തോറ്റിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴക്കൂട്ടംകാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ സ്നേഹം ആർജിച്ചുകൊണ്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് സഖാവ് എസ് പ്രശാന്തിനെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് കഴക്കൂട്ടം നിവാസികളോട് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ വിജയാശംസകളും കൌൺസിലർക്ക് നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ കൺവെൻഷനിലൂടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി സ്ഥാനാർത്ഥിയുടെ മികവ് എന്താണെന്ന് കടകംപള്ളിയുടെ വാക്കുകളിലൂടെ നിങ്ങൾ കേട്ടു. കോവിഡ് കാലഘട്ടത്തിൽ സ്വയം മറന്ന് അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും മുഖവിലക്കെടുക്കാതെ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും കഴക്കൂട്ടത്തിന് വരും കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വാർഡ് കൂടിയായിട്ടുള്ള ഈ വാർഡിന് അർഹനായിട്ടുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടാൻ ശേഷിയുള്ള വ്യക്തിയെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഈ നാടിൻ്റെ അരുമ മകൻ എന്നാണ് VK പ്രശാന്തിൻ്റെ വാചകം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിലൂടെ നാട്ടുകാർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ ഏകദേശം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായ വ്യക്തിയാണ്, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ UDF പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥി എന്നുള്ളത് ജനഹിതം അറിഞ്ഞുകൊണ്ട്, അതായത് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയും ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ കുറേ കാലമായി അവരുടെ എല്ലാത്തരം പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയെ തന്നെ യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വ്യക്തി അവരുടെ സകല പ്രശ്നങ്ങൾക്ക് ഒപ്പം കാണുമെന്നുള്ള ഉറപ്പാണ് കൺവെൻഷനിലൂടെ നേതാക്കൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺവെൻഷൻ കൂടി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്നത് പൊടി പാറുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ്. വരും ദിവസങ്ങളിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ കൺവെൻഷൻ മുതിർന്ന നേതാക്കന്മാർ വന്ന് ഉദ്ഘാടനം ചെയ്യും. VM സുധീരൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും MS അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. അപ്പോൾ
കൺവെൻഷനിലൂടെ ഒരു പടി കൂടി, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് കുറച്ച് വൈകിയാണെങ്കിൽ പോലും കൺവെൻഷൻ നടത്തി ജനങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് വരും ദിവസങ്ങളിൽ എന്തൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്ന ഒരു ജനപങ്കാളിത്തമുള്ള, ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം ശക്തമായിട്ട് തന്നെ ഈ മത്സരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. സിറ്റിംഗ് വാർഡ് ഒരു കാരണവശാലും കൈവിടില്ല എന്നുള്ള തലത്തിൽ തന്നെ ആ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു ആ കണ്ട കൺവെൻഷൻ എന്ന് പറയേണ്ടി വരികയാണ്.